നമ്മുടെ ദേശീയോത്സവമായ ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾ നടത്തിയ ഈ മേളയിൽ ധാരാളം കുട്ടികൾക്ക് സമ്മാനം ലഭിച്ചതായി അറിഞ്ഞു. എന്തായാലും എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഓരോ പരിപാടിയും ഓണത്തോടനുബന്ധിച്ചും പെരുന്നാളിനോടനുബന്ധിച്ചും ക്രിസ്തുമസിനോടനുബന്ധിച്ചും അങ്ങനെ നമ്മുടെ ഉത്സവങ്ങളോട് എല്ലാറ്റിനോടും അനുബന്ധിച്ച് നടത്തിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ കഴിവിനെയും പുറത്തുകൊണ്ട് വരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടെ നാട്ടുകാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇത്തരത്തിലുള്ള കഴിവിനെ ഞാൻ പ്രശംസിക്കുകയാണ്. ഇനി ഓണത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണം 10 മുതൽ 10 ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. പൂവിട്ട് ഓണം ആഘോഷിക്കുന്നു. പിന്നീട് ഒരു 5 ദിവസം കൂടി ഓണം ഉണ്ടായി. പെരുന്നാളിൻ്റെ പോലെ തന്നെ 2 ദിവസം കൂടി പിന്നീട് ഓണം ഉണ്ടായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ദേശീയ ഉത്സവം കൂടിയാണ്. ഇനി ഞാൻ ഈ മഴയത്ത് നിങ്ങളെ ഇവിടെ ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുത്ത് വിജയിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ആദ്യമായി സ്പൂൺ റേസിംഗിൽ ആൺകുട്ടികളുടെ സ്പൂൺ റേസിംഗിൽ മുഹ്സിൻ AKP ആണ് വിജയ്. മുഹ്സിൻ ഇവിടെ ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് പകരം സാദിഖ് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. മാക്സിമോ മിനി ബസാറിന് വേണ്ടി പെൺകുട്ടികളുടെ സ്പൂൺ റേസിംഗ് മത്സരത്തിൽ സിതാരയാണ് വിജയിച്ചിട്ടുള്ളത്. സിതാര പൂക്കം ബസാർ. സിതാര ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിതാര അരീക്കൻ. അടുത്തായി നാണയം കടിക്കൽ മത്സരത്തിൽ ജിബിൻ ഡിസ്കോ പൂക്കം ബസാർ ട്രോഫികൾ നൽകുന്നതിന് വേണ്ടി അടുത്തതായി ബലൂൺ പൊട്ടിക്കൽ. പെൺകുട്ടികളുടെ ബലൂൺ പൊട്ടിക്കൽ മുർഷിദ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുർഷിദ മാട്ടിൽ. ആൺകുട്ടികളുടെ ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിലെ വിജയ് ജുനൈസ് കൂട്ടപ്പറമ്പൻ. വിജയികൾക്ക് ഡിസ്കോ പൂക്കം ബസാറിന്റെ അഭിനന്ദനങ്ങൾ. അടുത്തായി തീറ്റ മത്സരം. ആവേശകരമായ തീറ്റ മത്സരത്തിൽ ഒരിക്കലും വിട്ടുതരില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിയാദ് ഡിസ്കോ പൂക്കം ബസാർ. അടുത്തായി ഉറിയടിക്കൽ മത്സരത്തിൽ മാക്സിമോ മിനി ബസാറിന് വേണ്ടി ജാബിർ AKP. ജാബിറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. അടുത്തതായി സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരത്തിൽ പൂക്കം ബസാറിന്റെ തന്നെ മിഥുകുട്ടിയാക്ക എത്രയും പെട്ടെന്ന് ഈ വേദിയിലേക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മകൻ ട്രോഫി ഏറ്റുവാങ്ങുന്നതാണ്. സമ്മാനദാന ചടങ്ങുകൾ അവിടെ അവസാനിച്ചിരിക്കുന്നു. നാണയം കളിക്കൽ മത്സരത്തിൽ 2ാം സ്ഥാനം
ജംഷിദ് അലി. ബലൂൺ പൊട്ടിക്കൽ 2ാം സ്ഥാനം സിദാന. സിദാന ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. സിദാന അരീക്കൻ. സുന്ദരിക്ക് പൊട്ടുതറൽ മത്സരത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഡിസ്കോ പൂക്കളം ബസാർ പ്രസിഡന്റ് സമ്മാനദാന ചടങ്ങുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ വിജയികൾക്കും ഡിസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അഭിനന്ദനങ്ങൾ. അവരുമായി സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട്. തീറ്റ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ബസാർ. മക്കളെ വരുന്നോളേ അടുത്തായി വടംവലി മത്സരത്തിൽ വിജയിച്ച ടീമിനെ ഡിസ്കോ പൂക്കളം ബസാറിന് വേണ്ടി ടീം ക്യാപ്റ്റനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ടീം ക്യാപ്റ്റൻ ഷെരീഫ് പാട്ടേൽ ട്രോഫി ഏറ്റുവാങ്ങുന്ന ഈ വേദിയിലേക്ക് വരേണ്ടതാണ്. അടുത്തതായി വടംവലി മത്സരത്തിലുള്ള വിജയികൾക്ക് പഴക്കൊല സമ്മാനിക്കുന്ന ചടങ്ങിലേക്ക് ടീം ക്യാപ്റ്റനെ ക്ഷണിച്ചുകൊള്ളുന്നു. ടീം ക്യാപ്റ്റൻ എല്ലാ ടീമംഗങ്ങളും വന്ന് ടീമംഗങ്ങൾ എല്ലാവരും വരേണ്ടതാണ് പഴക്കൊല ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. ഡിസ്കോ പൂക്കളം ബസാർ അവതരിപ്പിച്ച ഡിസ്കോ ഓണോത്സവ് 2013 വിജയകരമായ നടത്തിയതിനു വേണ്ടി സഹകരിച്ച എല്ലാ മാന്യ കലാസ്വാദകർക്കും ഡിസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പേരിലും മറ്റു വാർത്തകൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ